ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷൈൻ രാജു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒരാഴ്ച കുറച്ച് ഗ്യാപ്പ് ഇട്ട് നിന്നെയാണ്. കാരണം വർക്കിന്റെ ആവശ്യം അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ടൊക്കെ തിരക്കായിരുന്നു, ബിസി ആയിരുന്നു ഈ കഴിഞ്ഞ ആഴ്ച. അതുകൊണ്ടാണ് പിന്നെ എപ്പോഴും വീഡിയോ ഇടാനുള്ള ടൈമില്ലായിരുന്നു. അങ്ങനെ അപ്പം കുറേ നാൾ കൂടി ചേർന്നിട്ട് ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ച്. അപ്പം എന്നത്തേക്കാളും ചെറിയതായിട്ടൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. വ്യത്യസ്തം എന്ന് പറയുമ്പോഴത്തേനും പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടുത്തെ ഒരു പ്ലേസ് തന്നെ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എന്ന് പറയുമ്പം ഹെറിറ്റേജ് വില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലേസ് ഉണ്ട്. ഹെറിറ്റേജ് വില്ലേജ് എന്ന് പറയും. അപ്പം അതെന്ന് പറയുമ്പം ഒരുപാട് വർഷങ്ങളിലെ പഴക്കങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു പ്ലേസാണ്. ഒന്നാമത്തെ കാര്യം, അവിടെ പണ്ടത്തെ നമ്മുടെ ഇവിടെയൊക്കെ സൗദി അറേബ്യയിലൊക്കെ ആദ്യത്തെ സമയത്തൊക്കെ യൂസ് ചെയ്തിരുന്ന വണ്ടികൾ, പിന്നെ അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സ്, പിന്നെ അതേപോലെ കോഫി ഷോപ്പ്, അങ്ങനെ ഒരു വൈകിട്ടത്തൊക്കെ ഒരു സമയത്ത് പോയി നല്ല പീസ്ഫുൾ മൈൻഡായിട്ട് കുത്തിയിരിക്കാൻ പറ്റിയ അടിപൊളി പ്ലേസാണ്. അപ്പം അങ്ങോട്ടേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ വീഡിയോ അപ്പോൾ ഗൈസ്, നമ്മൾ ദമാമിൽ നിന്നാണെങ്കിൽ ഒരു 8-9 കിലോമീറ്റർ നമ്മൾ ഡിസ്റ്റൻസ് ഉണ്ട് ഈ ഒരു ഹെറിറ്റേജ് വില്ലേജിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ നമ്മൾ എത്താറായിട്ടുണ്ട്. അപ്പം എൻ്റെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് കണ്ടൽക്കാടാണ് കേട്ടോ. അവിടെ ബീച്ചാണ്. ബീച്ച് സൈഡിൻ്റെ ഒരു സൈഡ് പോസ് ആണിത്. അപ്പോൾ പിന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ, ഈ സൈഡിൽ ഒരുപാട് റെസിഡൻഷ്യൽ ആണെങ്കിൽ അത്യാവശ്യം നമ്മുടെ ടൗണിനെ അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടെ നല്ല ബിൽഡിങ്സ് ആണ് കേട്ടോ. മീൻസ് വില്ലാസ് ആണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. In 300 meters, keep right to stay on King Abdullah bin Abdulaziz Road. Slight right to stay on King Abdullah bin Abdulaziz Road. Continue on King Abdullah bin Abdulaziz Road for 6 kilometers. അപ്പോൾ ഗൈസ്, ഞാനിങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കിന് എൻ്റെ റൈറ്റ് സൈഡിലാണെങ്കിൽ ചെറിയൊരു നമുക്ക് വൈകിട്ടൊക്കെ വന്ന് നിൽക്കാനും കാറ്റുകൊള്ളാനും അത്യാവശ്യം ഒരു നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. ഈ ഒരു സൈഡിലത്തെ ബീച്ച് സൈഡിൽ, ഇത് ബീച്ച് അല്ല, ബീച്ചിൻ്റെ ഒരു വേറൊരു പോർഷനാണ് ഇത് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നോക്കാൻ, ഇവിടെ സ്വിമ്മിങ് ഒന്നും പറ്റില്ല കേട്ടോ. സ്വിമ്മിങ് അതേപോലെ തന്നെ ഫിഷിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറ്റില്ല. അത് ബാനാണ് ഇവിടെ. പിന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരുപാട് വീടിൻ്റെ ഫ്രണ്ടിൽ, നമ്മുടെയൊക്കെ വീടിൻ്റെ ഫ്രണ്ടിൽ മറ്റേ കാർ പോർച്ചിൽ കാറ് കിടക്കുന്നതിൻ്റെ കൂട്ടാണ്. ഇവിടെ ഫ്രണ്ടിലത്തെ പോർച്ചിൽ ബോട്ട് അതുപോലെ തന്നെ കാറുമാണ് കൂടുതൽ കിടക്കുന്നത് കേട്ടോ. കാരണം ഇവിടെ ഉള്ളത് കൂടുതലും മുക്കുവർ അങ്ങനെയുള്ളവരാണെന്ന് തോന്നുന്നുള്ളത് കൂടുതൽ. അപ്പം അവിടെ നിന്ന് വണ്ടി എടുത്ത് ഇതേ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, അതേ ആ കാണുന്നതാണ് ഓരോ വീടിൻ്റെ ഫ്രണ്ടിൽ ബോട്ടൊക്കെ ഇട്ടേക്കുന്നത് കാണാം നന്നായിട്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഹെറിറ്റേജ് വില്ലേജിൽ എത്തിയിരിക്കുകയാണ്. ദേ ആ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ഹെറിറ്റേജ് വില്ലേജ് എന്ന് പറയുന്ന പ്ലേസ്. ഒരു പണ്ടത്തെ ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. എന്നുവെച്ചാൽ സിമെൻറ്റോ കാര്യങ്ങളോ വെച്ചിട്ടുണ്ടാക്കി പണിതേക്കുന്നൊരു ഇതല്ല, ബിൽഡിംഗ് അല്ല. അത് കൂടുതലും ചളി അതുപോലെ തന്നെ കരിങ്കല്ല് ഇങ്ങനെയൊക്കെയുള്ള വെച്ചിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, ഫുള്ള് ട്രഡീഷണൽ ആണ് ഇവിടെ. കണ്ടില്ലേ, കരിങ്കല്ല് വെച്ചിട്ടാണ് ഇതൊക്കെ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. ആ സമയത്തൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം, ഇത്ര വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ ആണ്. ഇവിടെ ഈന്തപ്പഴമൊക്കെ നിൽപ്പുണ്ട് ഫ്രണ്ടിൽ. പക്ഷെ കൊള്ളാം ഗൈസ്, അത് ഒരു ചരിത്രം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിലേക്കൂടെയൊക്കെ നടക്കുമ്പോൾ ഒരു ചരിത്രത്തിൻ്റെ ഒരു നല്ലൊരു ഫീലുണ്ട്. എന്ന് വെച്ചാൽ എത്രയോ മനുഷ്യർ ഇവിടുന്ന് പോയതാണ്. അപ്പം അവരൊക്കെ നടന്ന വഴികളിൽ കൂടെ നമ്മൾ നടക്കുമ്പോഴത്തേക്കും നമുക്കൊരു മനസ്സിനകത്തൊരു സംതൃപ്തി ഉണ്ടല്ലോ അത്. പിന്നെ ഇവിടെ കുറേ പ്രാവൊക്കെ ഉണ്ട് കേട്ടോ. മേളിൽ ഈ സൈഡിലൊക്കെ ചുമരിലൊക്കെ പ്രാവുകളൊക്കെ കുറേ കൂടി വെച്ചിട്ടുണ്ട് ഇവിടെ. പക്ഷേ ഈ ബിൽഡിങ് നോക്കിയ ഗൈസ്, അകത്ത് നല്ല കൂളിംഗ് ആയിരിക്കും അപ്പം. കാരണം ഫുള്ള് കളിമണ്ണ് വെച്ചിട്ടാണ് ഇത് സിമെൻറ്റിന് വരെ അവർ പൂശിയേക്കുന്നത്. ഇതിനകത്ത് കണ്ടില്ലേ, കളിമണ്ണാണ്. കളിമണ്ണിൽ ഇത്രയും ഹൈറ്റിൽ ഇത് ഉണ്ടാക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല. അത് നല്ലവണ്ണം പണി എടുത്തിട്ടുണ്ട് ആ ടൈമിലൊക്കെ തൊഴിലാളികൾ. എന്തായാലും ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പം നമുക്ക് എന്തായാലും അകത്ത് കയറിയിട്ട് എന്താണ് അകത്തെ അവസ്ഥയെ നമുക്ക് നോക്കാൻ കഴിയും. ഇത് എൻട്രൻസ് 7 ആണ് വരുന്നത്. നമുക്ക് മെയിൻ എൻട്രൻസിൽ കൂടെ പോകാം.
അപ്പോൾ ഗൈസ് നമ്മൾ അകത്ത് കയറിയിരിക്കുകയാണ്. അപ്പോൾ അകത്തെന്ന് പറയുമ്പോഴത്തേക്കിന് നമുക്ക് എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ. ഒരു 20 റിയാൽ എൻട്രി ഫീസ് ഉണ്ട്. ഇതിനകത്തോട്ട് കയറുമ്പോഴത്തേക്കിന് അതിവിശാലമായിട്ട് കിടക്കുന്ന ആ ഒരു ബിൽഡിംഗ് ആണിത്. ഇതാണ് നമ്മുടെ മെയിൻ ഫസ്റ്റിലെ നമ്മൾ ഫ്രണ്ടോട്ട് വരുമ്പോഴത്തേക്കിന് കാണുന്ന ഒരു ഫേസാണിത്. ഒരു രക്ഷയില്ല കേട്ടോ. അകത്തോട്ട് കയറുമ്പോൾ തന്നെ നമ്മളുടെ വെളിയിലത്തെ ചൂട് മാറി അകത്തൊരു അടിപൊളി തണുത്ത ക്ലൈമറ്റാണ്. ഇത് സെൻട്രൽ AC കൊടുത്തിട്ടില്ല. മേളിൽ നോക്കുമ്പോൾ നമുക്ക് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അകത്തോട്ട് കയറുമ്പം സൂപ്പർ ഒരു കോൾഡ് ക്ലൈമറ്റ്, ഒരു ചൂട് നമുക്ക് അറിയാനേ പറ്റുന്നില്ല. അത് ആ രീതിയിൽ ഇത് പണിതേക്കുന്ന കേട്ടോ. ഇത് ഒരു ഫ്രണ്ട് പോർഷനാണിത്. ഇതിൻ്റെ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോർ പണ്ടത്തെ ആ ഒരു ട്രഡീഷണൽ രീതിയെ ഓർമ്മിപ്പിക്കുന്ന ഓരോരോ ഐറ്റംസാണ് അവിടെ വെച്ചേക്കുന്ന മൊത്തം. നോക്കി നമ്മുടെ ഒരു റാന്തൽ ഫ്രണ്ട് പോർഷനിൽ അവിടെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പണ്ടത്തെ ഫോണില്ലേ, മറ്റേ പണ്ട് കറക്കി വിളിക്കുന്ന ഫോണില്ലേ, ആ ഫോൺ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ TV, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇത് കണ്ടില്ലേ, ഇതൊക്കെ പണ്ടത്തെ ഒരു ഫോണാണ്. ഇതൊക്കെ അവരിപ്പോഴും ഇങ്ങനെ തന്നെ സൂക്ഷിക്കുന്നെങ്കിൽ അത് ഒരു രസമാണ്. പിന്നെ അതേപോലെ തന്നെ അവരുടെ ഒരു പൂജ. പിന്നെ പിള്ളേരെ ചിൽഡ്രൻസിനെ അകത്ത് കയറ്റത്തില്ല കേട്ടോ. കയറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അകത്തൊരുപാട് പുരാതനമായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ പിള്ളേർ എടുത്ത് തറയിട്ട് ഇടിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഫാമിലിയായിട്ടൊക്കെ വരുമ്പോൾ പിള്ളേരെ അവരുടെ കയ്യിലായിരിക്കും, രക്ഷിതാക്കളുടെ കയ്യിലായിരിക്കും പിള്ളേർ. അങ്ങനെ ഇതാണ് ഫ്രണ്ടിലത്തെ ഒരു ഫേസ് എന്ന് പറയുന്നത്. നന്നായിട്ടുണ്ട് ഇവിടെ മൊത്തത്തിൽ. അപ്പോൾ ശരിക്കും ഗൈസ് ഇത് ഫുള്ളായിട്ട് നമ്മുടെ അകത്തൊക്കെ ആണെങ്കിൽ തട്ട് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം വന്നേക്കുന്നത് ചൂരൽ, ബാമ്പു, മുള കൊണ്ടും ചൂരൽ കൊണ്ടും മറ്റേ ഈറയൊക്കെ ഇല്ല, ഈറയൊക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ റൂഫെല്ലാം പണിതേക്കുന്നത്. കാരണം തികച്ചും ഒരു പണ്ടത്തെ ഒരു സെറ്റപ്പ്. പിന്നെ ഇതിൻ്റെ സൈഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ബൊഫേ സിസ്റ്റവും അതുപോലെ തന്നെ ടേബിള് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഫെസിലിറ്റീസ്. അങ്ങനെ എല്ലാത്തരം ആൾക്കാരും ഇവിടെ വന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. യൂറോപ്യൻസ് ആണെങ്കിലും സൗദികളാണെങ്കിലും പല കൺട്രീസിൽ നിന്നുള്ള ആൾക്കാരെല്ലാവരും വന്ന് കഴിക്കുന്നുണ്ട് ഇവിടെ. അതേപോലെ തന്നെ ഈ ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിൽ ഒരു ബോർഡിൽ എഴുതിയിട്ടുണ്ട്. കാരണം ഈ ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറും അതുപോലെ തന്നെ ഈ നമ്മൾ കണ്ട ഈ ഏരിയാസ് മൊത്തവും തായിഫ്, അൽബഹ, അസിർ ഏരിയ ഇല്ലേ, അതിനെ വിശേഷിപ്പിക്കുന്ന രീതിയിലാണ് ഇത് കൺസ്ട്രക്ഷൻ്റെ ആ ഒരു രീതികളെല്ലാം വന്നേക്കുന്നത്, അകത്തെ ഓരോരോ പോർഷൻസ്. കാരണം ആ ഒരു പ്ലേസിലേക്കുള്ള അതേ ട്രഡീഷണൽ രീതിയാണ് ഫോളോ അപ്പ് ചെയ്തേക്കുന്നത് ഇതിനകത്ത്. പിന്നെ സെക്കൻഡ് ഫ്ലോർ മ്യൂസിയം, കാർ മ്യൂസിയം അങ്ങനെ എല്ലാ ഐറ്റംസും വരുന്നത് സെക്കൻഡ് ഫ്ലോറിൽ വരുന്നുണ്ട്. നമ്മുടെ സീ ഫ്രണ്ട് കഫേയൊക്കെ വരുന്നുണ്ട് സെക്കൻഡ് ഫ്ലോറിൽ. അപ്പം ഇതിൻ്റെ സൈഡിലോട്ട് മാറുമ്പോഴത്തേക്കിന് ഒരു പണ്ടത്തെ വണ്ടിയൊക്കെ ഒഴിട്ടേക്കുന്നതാണ് അകത്ത് ജസ്റ്റ് താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ. ശരിക്കും കാരണം മ്യൂസിയം സെക്കൻഡ് ഫ്ലോറിലാണ്, നമുക്കിപ്പോൾ അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പം ഇത് വെറുതെ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു വണ്ടി ഇങ്ങനെ ഇട്ടേക്കുന്നു. പിന്നെ ഇതിൻ്റെ സൈഡിൽ നമ്മുടെ ഈ റൊട്ടി ഉണ്ടല്ലോ, തുർക്കിഷ് റൊട്ടിയൊക്കെ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നമ്മുടെ പണ്ട് ഗുഹയിലൊക്കെ ഇട്ടിട്ട് റൊട്ടി
പൊള്ളിച്ചെടുക്കത്തില്ലേ, അതേ സിസ്റ്റമാണ് ഇവിടെ. പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ. കാരണം അകത്ത് ഡയറക്റ്റ് ഇത്രയും ചൂടിൽ പൊള്ളിച്ചെടുക്കുന്ന റൊട്ടി ഇങ്ങനെ ഇരിക്കും, പപ്പടം പോലെ ഇങ്ങനെ പൊങ്ങിയിരിക്കും. അങ്ങനെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടെ റൊട്ടി കിട്ടുന്നത് ഇതേപോലെയാണ്. പിന്നെ നമ്മുടെ മേളിലത്തെ ഫ്ലോറിലോട്ട് നമുക്ക് പോകും. അങ്ങനെ കഴിച്ച് നമ്മൾ മേളിൽ എത്തിയിരിക്കുകയാണ്. അപ്പം മേളിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ പണ്ടത്തെയൊക്കെ കളിയിൽ അതുപോലെ തന്നെ കിളിവാതിലൊക്കെ ഇല്ലേ, ഇതെല്ലാം ഇതിനകത്ത് നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. അകത്തിരുന്ന് കഴിക്കാം. കാരണം ഓരോ റൂമിനും ഓരോരോ നമ്പറും ഓരോരോ രീതിയെ ഓർമ്മിപ്പിച്ചിട്ടുള്ള ഡോറൊക്കെയാണ് കേട്ടോ. ഇത് തികച്ചും ഒരു വുഡിലാണ് ഇതെല്ലാം പണിതേക്കുന്നത്. മേളത്തെ ഈ ചൂരലിലാണ് റൂഫ് പോയേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു പണ്ടത്തേക്ക് ഒരു തറവാട്ടിലൊക്കെ പോകുന്ന ഒരു ഫീലാട്ടോ. ആ ഒരു പണ്ടത്തെ നമ്മുടെ ഈ നെല്ലൊക്കെ ഉണക്കാൻ വേണ്ടി വെക്കത്തില്ലേ, പത്തായം എന്നൊക്കെ പറയത്തില്ലേ, ആ രീതിയെ പോലെയൊക്കെ തോന്നുന്നൊരു സംഭവം മൊത്തത്തിൽ. അങ്ങനെ ഇവിടുത്തെ ഓരോ ഡോറിനും ഓരോരോ രീതിയിലാണ് ഈ ഡോറ് പണിഞ്ഞിരിക്കുന്നത്. ഓരോ ഡോർസിലും പല പല ഡിസൈൻസാണ് വന്നേക്കുന്നത്, വുഡിൽ തന്നെ. പക്ഷേ ശരിക്കും ഇത് നന്നായിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളൊക്കെ പണ്ടത്തെ ഒരു കുടുംബത്തേക്ക് വന്ന് കാണുന്നൊരു ഫീലാണ്. മണിച്ചിത്രത്താഴിലൊക്കെ വന്ന് നോക്കുന്നതിൻ്റെ കൂട്ട്. പണ്ട് നമ്മുടെ നാട്ടിൽ ഇതേപോലെ ബോൾഗാട്ടി പാലസ് എന്ന് പറഞ്ഞൊരു പ്ലേസ് ഉണ്ട് കൊച്ചിയിൽ. അതും ഇതുപോലൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ അതൊരു വലിയൊരു കൊട്ടാരമാണ്. അങ്ങനെ എന്തായാലും നന്നായിട്ടുണ്ട്. കാരണം ഈ ഓരോ ഡോറിലും ഓരോ ഡിസൈൻസാണ്. ഞാൻ അതങ്ങനെ ശ്രദ്ധിച്ചത്. ഇങ്ങനെ നമ്മൾ ഒരു അറൗണ്ട് എനിക്ക് തോന്നുന്നു 80-85 റൂമുണ്ട് ഇതേപോലെ. നമ്മളിപ്പോൾ ഏതോ 42 43 അങ്ങോട്ട് കണ്ടിട്ടേ ഉള്ളൂ. അങ്ങോട്ട് കിടക്കുവാണ്. നമ്മൾ വെളിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും അകത്ത് വിശാലമായിട്ടുള്ള പ്ലേസ് ഉണ്ടെന്ന് നമുക്ക് അറിയത്ത് പോലുമില്ല. അകത്ത് കയറിയാലേ നമ്മളിതിൻ്റെ ഒരു ഇത്രയും വലിയതാണെന്ന് അറിയത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ തൊട്ട് സൈഡിലാണെങ്കിൽ നമ്മുടെ ഈ പണ്ടത്തെ കറൻസി, സൗദി കറൻസീസ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സൈഡിലാണ്, ഇതിൻ്റെ തൊട്ട് സൈഡിലാണെങ്കിൽ ഈ പണ്ടത്തെ ഓരോരോ ഐറ്റംസ് ഇല്ലേ, നമ്മുടെ യൂസ് ചെയ്യുന്ന ഓരോരോ കലം, പാത്രം, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ തൊട്ട് സൈഡിൽ തന്നെ വില്ലേജ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലേസൊക്കെ ഉണ്ട്, ഒരു പോർഷൻ. അപ്പം അവിടെ എന്ന് പറയുമ്പം നമ്മൾ കൈകൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനങ്ങളാണ് കൂടുതലും. മെഷീൻസ് യൂസ് ചെയ്യാതെ സൗദി അറേബ്യയിൽ തന്നെ നിർമ്മിക്കുന്ന സാധനങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇവിടെ. പിന്നെ അതുപോലെ നമ്മൾ ഈ സൈഡിൽ സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങൾ, അതുപോലെ തന്നെ പണ്ടത്തെ കാർപ്പറ്റ്, ഇത് പണ്ടത്തെ അല്ല, നമ്മൾ സെയിലിങ്ങിനുള്ള കാർപ്പറ്റൊക്കെ ഏത്, അതെല്ലാം നമുക്കിവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ അങ്ങാടി മരുന്ന്, പണ്ടത്തെ പെർഫ്യൂംസ്, ഈ കർപ്പൂരം, അങ്ങനെയുള്ള കുറേ അങ്ങാടി മരുന്നുകളുണ്ടല്ലോ. നമ്മുടെ ഈ ലുലു മാളിലോ മറ്റുള്ള മാളുകളിലൊന്നും കിട്ടാത്ത സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. ഈ എണ്ണ, പിന്നെ അതേപോലെ തന്നെ ഓരോരോ ഈ പുകയ്ക്കുന്നതൊക്കെ സാധനങ്ങളില്ലേ, നമ്മുടെ മണം കിട്ടാൻ വേണ്ടിയിട്ട് വീട്ടിനകത്തൊക്കെ, അങ്ങനെയുള്ള ഐറ്റംസ്. പക്ഷേ ഇവിടെ ഈ ഒരു പോർഷൻ സൈഡിൽ വരുമ്പോഴത്തേക്കും നല്ല മണം കേട്ടോ. ഒരുപാട് മരുന്നുകളുടെയും നല്ല ഒരു ഫ്രഷ്നെസ് ഉണ്ട് ഇവിടെ. പിന്നെ ഇതേപോലെ തന്നെ തൊട്ട് സൈഡിൽ നമ്മുടെ ഈ തോക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ബെൽറ്റ്, പിന്നെ അതേപോലെ തന്നെ വാള് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒറ, പിന്നെ സൗദികളിലൊക്കെ ഈ കല്യാണങ്ങൾക്ക് മറ്റുള്ള ഓരോ പാർട്ടികൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു സൈസ് ടൈപ്പ് വടിയാണ് കേട്ടോ ഇത്. അങ്ങനെ എല്ലാ ഐറ്റംസും നമുക്കിവിടെ കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ ഇത് കാണാനും, പിന്നെ അതുപോലെ തന്നെ കത്തി, ഇത് മറ്റേ അരക്കച്ചയിൽ കിട്ടുന്ന ഒരു സൈസ് ഇവരുടെ ഒരു ട്രഡീഷണൽ രീതിയാണ്. ഈ കല്യാണങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും എല്ലാം ഈ കത്തി അരക്കെട്ടിൽ കെട്ടിയിട്ട് അവർ ഡാൻസൊക്കെ കളിക്കും. അങ്ങനെ ആ ഐറ്റംസ് എല്ലാം നമുക്കിവിടെ കിട്ടും കേട്ടോ. പക്ഷേ ഇത് രസമാണ്. സെക്കൻഡ് ഫ്ലോറിൽ നമുക്കിതും കാണാം. അങ്ങനെ തൊട്ട് സൈഡിൽ ഈ ഈറയൊക്കെ വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന തൊപ്പിയും അത് വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരുപാട് കോസ്മെറ്റിക്കൽ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഹണിയുണ്ട് ഇതിനകത്ത്, അതേപോലെ വിൽക്കാനായിട്ട് എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഒരു കണക്കിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ വില്ലേജ് കഫേ തൊട്ട് സൈഡിലുണ്ട്. ഇത് ഒരു വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കിന് നമുക്കിത് ഓപ്പൺ ആവും. പക്ഷേ നല്ല വില്ലേജ് കഫേയിലോട്ടൊക്കെ വന്ന് നമ്മളിവിടെ ഇരുന്നൊക്കെ ഈ ബീച്ചിൻ്റെ വ്യൂ ഒക്കെ കണ്ടുകൊണ്ടിരുന്ന കോഫി കുടിക്കാനൊക്കെ നല്ലതാണ്. പക്ഷേ ഇതിനേക്കാൾ അടിപൊളി ഒരു പ്ലേസ് തൊട്ടപ്പുറത്തുണ്ട് കേട്ടോ. അത് ഞാൻ കാണിക്കാം. അത് കുറച്ച് ഓപ്പൺ പ്ലേസാണ്. ഇവിടുത്തെ ഇതിനകത്തിരുന്ന് കഴിക്കുന്നതിനേക്കാളും നല്ലത് അപ്പുറത്തിരുന്ന് കഴിക്കുന്നത്. പിന്നെ ഈ സ്റ്റേഷനറി സാധനങ്ങളൊക്കെ വിൽക്കാനുള്ളൊരു പ്ലേസ് ഉണ്ട് അവിടെയൊക്കെ പണ്ടത്തെ ആൾക്കാർ ഈ മില്ല് പൊടിപ്പിക്കുന്ന ത്രാസ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ സൈഡിൽ നമുക്ക് കാണാം.
പിന്നെ ഞാൻ പറഞ്ഞ ഇതാണ് കേട്ടോ, ഇത് ഓപ്പൺ സൈഡ് വരുന്നത്. ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ വില്ലേജ് കഫേയിൽ സെക്കൻഡ് ഫ്ലോറാണ് ഇത് വരുന്നത്. ഇത് ഓപ്പൺ സൈഡാണ്. ഇവിടെ ഇതിപ്പം ക്ലോസ് ചെയ്തേക്കുക, വൈകിട്ടാകുമ്പോൾ ഇത് ഓപ്പൺ ആവും. ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാനും ഇതൊക്കെ ഈ ഒരു വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഫുഡ് ആസ്വദിച്ച് കഴിക്കാനൊക്കെ അടിപൊളി സൂപ്പർ പ്ലേസാണ് ഈ ഒരു സൈഡ്. അതുപോലെ ഇതിൻ്റെ മേളിലാണെങ്കിൽ കുറച്ച് വാൾ പെയിൻറ്റേഴ്സ് ഉണ്ട് കേട്ടോ. അത് ഫണ്ണി വാൾ പെയിൻറ്റേഴ്സാണ് ഇത് വന്നേക്കുന്നത്. അത് കുറേ നമ്മുടെ സിനിമാ നടന്മാരുടെ, ഇന്ത്യൻ സിനിമാ നടന്മാരുടെയൊക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഇതിനകത്ത് ഇവരുടെ ഒരു പണ്ടത്തെ ക്ലാസ് അതിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ളൊരു സ്ഥലം, ഒരു സാറ്, അധികം കുറച്ച് കുട്ടികൾ എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു വെച്ചേക്കുന്നൊരു സ്റ്റാച്യു. ഇത് പക്ഷേ അന്നത്തെ സമയത്ത് അറബിക്ക് പഠിപ്പിക്കുന്ന സാറും പിള്ളേരും അങ്ങനെ. പിന്നെ എൻ്റെ തൊട്ട് സൈഡിലാണെങ്കിൽ മ്യൂസിയത്തിലോട്ട് നമ്മൾ കയറി. ഇതിനകത്ത് അവിടെ പണ്ടത്തെ ഖുറാൻ, അതുപോലെ തന്നെ പണ്ടത്തെ ഓരോരോ ടെക്സ്റ്റ് പുസ്തകങ്ങൾ, പണ്ടത്തെ ഓരോരോ കാര്യങ്ങളെല്ലാം അവരെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. തൊട്ട് സൈഡിലാണെങ്കിൽ ഇതൊക്കെ എന്ത് പേരെനിക്കറിയത്തില്ല, ഇതൊക്കെ അവർ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങളത് മൊത്തം. പിന്നെ വെപ്പൺസ് ഉണ്ട് സൈഡിൽ, തോക്ക്, അതേപോലെ തന്നെ വലിയ ഗണ്ണും ഉണ്ട്, അതുപോലെ തന്നെ ചെറിയ പിസ്റ്റൽ ഗണ്ണും ഉണ്ട്. എല്ലാ ടൈപ്പും അന്നൊക്കെ അവർ യൂസ് ചെയ്ത ഗണ്ണ് വിത്ത് ബുള്ളറ്റാണ് വെച്ചേക്കുന്നത് അവിടെ. കാരണം എല്ലാ ഗൺസും ഉണ്ട് കേട്ടോ. കാരണം ഇവരൊക്കെ സൗദികൾ എന്ന് പറയുമ്പോഴത്തേനും കൂടുതലും യുദ്ധം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര പ്രിഫറൻസ് കൊടുക്കുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള വെപ്പൺസിനൊന്നും ഒരു കുറവുമില്ല അവരുടെ കയ്യിൽ. ഇതൊക്കെ പണ്ട് എത്ര വർഷങ്ങൾക്ക് മുന്നേ ഉപയോഗിച്ചിട്ടുള്ള ഗൺസാണെന്ന് നോക്കണേ ഗൈസ്. അങ്ങനെ ഇവിടെ എല്ലാം ഉണ്ട്. ഇതിൻ്റെ തൊട്ട് സൈഡിലാണെങ്കിൽ ഗണ്ണിൻ്റെ തന്നെ ഒരു വൻ ശേഖരം തന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ പുറംചട്ട, അതേപോലെ തന്നെ ഹെൽമെറ്റ്, യുദ്ധസമയത്ത് ഉപയോഗിക്കുന്ന ഹെൽമെറ്റുകൾ, അതുപോലെ തന്നെ ആ സമയത്ത് കുറ്റവാളികളെ ധരിപ്പിക്കുന്ന വിലങ്ങ്, അങ്ങനെയുള്ള എല്ലാ സാധനവും നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ഗൈസ്, ഇതെന്ന് പറയുമ്പോഴത്തേക്കിനും മക്ക മദീനയുടെ പണ്ടത്തെ സമയത്തുള്ള ഒരു കൺസ്ട്രക്ഷനാണ് അവർ ഇത് കാണിച്ചേക്കുന്ന. ഒരു സ്റ്റാച്യു പോലെ നമ്മുടെ മണ്ണിനകത്ത് അത് പണിതിട്ട് ആ ഒരു രീതിയാണ് അവർ കാണിച്ചേക്കുന്നത്. മക്ക, മദീന, അതുപോലെ തന്നെ പണ്ടത്തെ തായിഫ്, അൽബഹ, നജറാൻ, ജിസാൻ, അങ്ങനെയുള്ള ഓരോരോ പ്ലേസിലെ ഓരോരോ കൃഷി രീതിയും അവിടുത്തെ ഓരോരോ രീതികളൊക്കെയാണ് അവർ കാണിച്ചേക്കുന്നത്. അങ്ങനെ ഒരു രസമുണ്ട്. അന്നത്തെ ഒരു സമയത്തുള്ള മെയിനായിട്ടുള്ള അവരുടെ കൃഷികൾ, ഫാമുള്ള സൈഡെന്ന് പറയുമ്പോൾ നജ്റാൻ ആ സൈഡാണ്. അവിടെ അത് ഇപ്പുറത്തുള്ള സൈഡിൽ തായിഫിലൊക്കെ ആണെങ്കിൽ, അൽബഹ തായിഫൊക്കെ ആണെങ്കിൽ റോക്സാണ് കൂടുതൽ. അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ തായിഫിലൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസാണ് അതൊക്കെ. അങ്ങനെ അതിനെയെല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ളൊരു സ്റ്റാച്യു ഇതിനകത്ത് ഒരു പണിതിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഇത് നല്ല രസമുണ്ട് കാണാൻ. എല്ലാവരെയും കാണിക്കാം. മ്യൂസിയം എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഇത് നമുക്ക് ഒരുപാട് ഈ സ്ഥലങ്ങളിലോട്ടൊന്നും പോയി കാണാൻ പറ്റാത്തവരെ ഇങ്ങനെയൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാനൊക്കെ പറ്റും.
അപ്പം ഈ ഒരു പ്ലേസും നല്ല രസമുണ്ട്, ഇത്രയും പോർഷൻ അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ തൊട്ട് സൈഡിലാണെങ്കിൽ ഈ മുക്കുവരുണ്ടല്ലോ, കടലിൽ പോയി മീൻ പിടിക്കുന്ന മുക്കുവരെ അവരെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ അവിടെ അതുപോലൊരു സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിലിത് നല്ല രസമുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് അങ്ങോട്ട് പോകുന്നത് ഈ ഒരു ഫോട്ടോ സെക്ഷനാണ്. ഫോട്ടോ സെക്ഷൻ എന്ന് പറയുമ്പോൾ പണ്ടത്തെ ഓരോരോ രാജാക്കന്മാർ ഓരോരോ ആൾക്കാരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോസ് അങ്ങനെയുള്ള അത് കാണിച്ചുകൊണ്ട് അതിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോ സെക്ഷനാണ് സൈഡിൽ. അപ്പോൾ ഗൈസ് എല്ലാം കണ്ടു കഴിഞ്ഞ് താഴെ വന്നിട്ട് ഇനി കുറച്ച് ഫുഡ് കഴിക്കാമെന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ വന്നിരുന്നത്. അപ്പം അത്യാവശ്യം നല്ലൊരു വ്യൂ കിട്ടുന്ന പോയിന്റിൽ ഞാൻ ഇരുന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡ് നമ്മളിവിടെ മെനു കൊണ്ട് തരുന്നതല്ല, ഇവിടെ URL സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഫുഡ് പറയാവുന്നതാണ്. പിന്നെ ഇത് അതേപോലെ തന്നെ ഓരോരോ ഫാമിലി സെക്ഷൻ, ഓരോരോ ആൾക്കാർ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വരുവാണെങ്കിൽ, ആൾക്കാരെ അപേക്ഷിച്ചിട്ട് കൂടുതൽ ആൾക്കാർ വരുവാണെങ്കിൽ അവരപ്പം തന്നെ നിൽക്കുന്ന ഡൈനിങ് സ്റ്റാഫ് എല്ലാവരും ടേബിള് അലൈൻമെൻറ്റ്സ് ഒക്കെ അവർ മാറ്റും, ചേഞ്ച് ചെയ്തിട്ട്. ഒരുപാട് 10, 12, 20 ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർ ടേബിൾ അപ്പം തന്നെ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ഷഫിൾ ചെയ്ത് അവിടെ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് അതർ കൺട്രീസിലുള്ള ഒരുപാട് ആൾക്കാർ വന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട് ഈ പ്ലേസ്. അതേപോലെ തന്നെ ഞാൻ ഈ ഒരു സൈഡാണ് ഞാൻ എടുത്തത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഫുഡിന് വെയിറ്റ് ചെയ്യാം, നോക്കട്ടെ ഫുഡ് വരട്ടെ. ഇച്ചിരി സോസ് കൂടെ മുക്കിയിട്ട് നമ്മൾ നോക്കട്ടെ, ട്രൈ ചെയ്ത് നോക്കാം. ഒരു രക്ഷയില്ല, പൊളിച്ചു. സൂപ്പറായിട്ടുണ്ടോ? നാക്കൊക്കെ നോക്കി നല്ല റെഡിഷ് കളറായിട്ട് നല്ലപോലെ മൊരിഞ്ഞ സാധനം കേട്ടോ. നന്നായിട്ടുണ്ട്. ഫുഡ് ഞാൻ പറഞ്ഞല്ലേ, അങ്ങനെയുള്ള വർത്താണല്ലോ. നമ്മൾ പൈസ എത്ര ഫുഡിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്പെൻസാക്കി കളഞ്ഞാലും ചിലവാക്കി കളഞ്ഞാലും ഇങ്ങനെയുള്ള ചില ഓരോ മൂമെൻറ്റ്സിൽ നമുക്ക് നിർത്താം. പിന്നെ അതേപോലെ തന്നെ വൈൻ ലീഫും കൂടെ ഒന്ന്
കൊള്ളാം, നന്നായിട്ടുണ്ട് ഗൈസ്, ഒന്നും പറയാനില്ല. അപ്പോൾ ഗൈസ്, അകത്തെ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഫുഡ്. ഞാനാണെങ്കിൽ മക്ബൂസ് ചിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിഷാണ് ഓർഡർ ചെയ്തത്. മക്ബൂസ് ചിക്കൻ വിത്ത് റൈസ്, പിന്നെ ഒരു വൈൻ ലീവ്സിൻ്റെ ഒരു സെറ്റ്, പിന്നെ കുറച്ച് സലാഡും ഒരു സ്ട്രോബെറി ജ്യൂസും. അപ്പം ഒരു തികച്ച് നമ്മൾ വെളിയിലത്തെയൊക്കെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്നതിനേക്കാളും ഒരു പ്രത്യേക ഒരു ഫുഡിന് ക്വാളിറ്റി, നല്ല ക്വാളിറ്റി ഉണ്ട്. കാരണം മക്ബൂസ് ചിക്കൻ ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. സെയിം നമ്മുടെ കപ്സയൊക്കെ കഴിക്കുന്നവർക്കാണെങ്കിൽ അൽഫാം, റൂബ പോലുള്ള ചിക്കനാണ്, പക്ഷേ ഇതിൻ്റെ മസാല കുറച്ച് വ്യത്യാസമാണ്, ഒരു പ്രത്യേക വെറൈറ്റി മസാല. അങ്ങനെ ട്രൈ ചെയ്ത് സൂപ്പറായിട്ടുണ്ട്. നമ്മൾ 20 റിയാൽ കൊടുത്തിട്ട്, നമ്മൾ എൻട്രി ഫീസിന് 20 റിയാൽ വരും. അപ്പം 20 റിയാൽ കൊടുത്തകത്ത് വരുവാണെന്നുണ്ടെങ്കിൽ അകത്തെ ഫുഡ് കുറച്ച് കോസ്റ്റ്ലിയാണ്. എല്ലാം കൂടെ വരുമ്പോഴത്തേക്കിന് ഇത് അറൗണ്ട് 35, കുറച്ച് കോസ്റ്റ്ലിയാണ് ഫുഡിന്. പക്ഷേ എന്നാലും നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള നല്ല വർത്തുണ്ട്. ഫുഡ് ക്വാളിറ്റിയാണ് ഞാൻ മെയിനായിട്ട് പറയുന്നത്. പിന്നെ ഈ ഒരു ആംബിയൻസും, ഇതൊരിക്കലും നമുക്ക് വേറെ എങ്ങും പോയി കഴിഞ്ഞാലൊന്നും ഈ ഒരു ആംബിയൻസിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ ഒന്നും പറ്റത്തില്ല. അങ്ങനെ ഞാനാണെങ്കിൽ ഫസ്റ്റ് ചിക്കൻ ഇവിടുത്തെ ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. അതിൽ ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. കാരണം ഇതിൻ്റെ മസാലയാണ് ഒരു പ്രത്യേക രസം. നമ്മൾ ചിക്കൻ എല്ലാം പല പല ചിക്കൻ നമ്മൾ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഓരോ മസാലയ്ക്കാണ് ഒരു ടേസ്റ്റ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ദമാമിലും കോബോറും ഈ ഒരു ഈസ്റ്റേൺ പ്രോവിൻസിലുള്ള ആൾക്കാർക്ക് ഫാമിലിയായിട്ട് ഫുഡ് കഴിക്കാനും ഇതേപോലുള്ളൊരു ആംബിയൻസ് എക്സ്പീരിയൻസ് ചെയ്യാനും, വൈകിട്ടൊക്കെ വരുവാണെങ്കിൽ ആ മേളത്തെ ആ ഓപ്പൺ ഓപ്പൺ സൈഡ് കഫേരിയില്ലേ, ആ ഒരു സൈഡിൽ പോയിട്ട് ഫുഡ് ഓർഡർ ചെയ്യാത്ത അവിടെ ഇത് കഴിക്കുവാണെങ്കിൽ കിട്ടുന്ന വൈബ് വേറെ ലെവൽ വൈബായിരിക്കും. കൂടുതലും ഈ ഒരു വൈകിട്ട് 6 മണി 5 മണി സമയത്താണ് ഞാൻ കൂടുതലും ആൾക്കാരെ പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഇത് വന്ന് കാണാനുള്ള ആൾക്കാർക്ക് വൈകിട്ട് വരിക, കാണുക. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പം നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ സൈനിങ് ഓഫ്.